ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതും നല്ല ഹെൽത്തിയുമായ സ്വീറ്റ് ക്യാരറ്റ് ബോൾസ് അല്ലെങ്കിൽ ക്യാരറ്റ് മിഠായി എന്നും പറയാം. ഇത് ഉമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയൊരു സ്വീറ്റ്സ് ആണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചൂടായ സോസ് പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ചെറുതായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം. പഞ്ചസാര അലിയുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കിലോ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. നല്ല പോലെ തന്നെ നമ്മൾ കൈ ഒഴിയാതെ തന്നെ ഇളക്കണം. എന്നാൽ മാത്രമേ അടിക്ക് പിടിക്കാതെ കിട്ടുള്ളൂ. പാൽ കുറുകി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഏകദേശം നമ്മുടെ പാൽ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾ മിഠായിക്ക് വേണ്ടി കരയുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിച്ചു കൊടുക്കും, അവരെ കരച്ചിൽ നിർത്താൻ. അതേ സ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ക്യാരറ്റും പാല് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് മിഠായി എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. അതും കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ നല്ല പോലെ കുറുക്കി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ വീണ്ടും ഇളക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം 10 അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഇനി ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി കഷ്ണങ്ങളായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കൂട്ട് മറ്റേ അടുപ്പിൽ വെച്ച സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായി ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഫുള്ളായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ബോൾസ് ആക്കുമ്പോൾ കയ്യിൽ തടവാൻ വേണ്ടിയാണ്. ഇനി നല്ല പോലെ ഇളക്കാം. ക്യാരറ്റ് കൂട്ട് വിട്ട് കിട്ടുന്നവരെ ഇളക്കേണ്ടതുള്ളൂ. ഇതുപോലെ റോൾ ചെയ്തെടുക്കാവുന്ന ഒരു പരുവം ആയിരിക്കണം. ഇപ്പോൾ ശരിക്കും വിട്ടു വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു പരുവത്തിൽ എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ചെറിയൊരു ബോളാക്കി നോക്കാം. ഇന്നൊരു കാര്യം, നിങ്ങൾ ഉരുട്ടാൻ ശ്രമിക്കുമ്പോൾ ചെറിയ ചൂടിൽ ഉരുട്ടാം. കൂടുതൽ തണിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായി പോകും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്.
ഇങ്ങനെ നമ്മുടെ ക്യാരറ്റ് ബോൾസ് അഥവാ ക്യാരറ്റ് മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും. മധുരം ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ലല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.